ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം സമാപിച്ചു. ധർമ്മ ഗാർഡിയൻ 2026 എന്ന പേരിട്ടിരിക്കുന്ന സൈനിക അഭ്യാസം ഉത്തരാഖണ്ഡിലായിരുന്നു സംഘടിപ്പിച്ചത്. ആഗോളതലത്തിൽ തീവ്രവാദം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സഹകരണം ശക്തമാക്കുമെന്ന് ഇന്ത്യയും ജപ്പാനും വ്യക്തമാക്കും. एक जवान आगे की वो मूवमेंट करता है, लुकिंग करता है, उसके बाद आप देखिए आगे यहाँ पर क्लिक किया जाता है. आपको ये भी बता दें कि किस तरह से जवान है, एक जवान आगे की वो मूवमेंट क्लिक किया जाता है. आपको ये भी बता दें कि किस तरह से जब इस तरह से और यहाँ വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഒന്ന് ഈ ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ്? ഒപ്പം ഇരു രാജ്യങ്ങളുടെയും മുന്നോട്ടുള്ള സഹകരണം അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ 11ാം പതിപ്പാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഉത്തരാഖണ്ഡിലെ ചൗബാട്ടിയിൽ വെച്ചാണ് കഴിഞ്ഞ മാസം 24-ന് ഈ സംയുക്ത സൈനികാഭ്യാസം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഫയറിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഇന്ത്യയും ജപ്പാനും ഇത്തരത്തിൽ എക്സർസൈസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫൻസ് ഫോഴ്സും ഇന്ത്യൻ ആർമിയുമാണ് ഇതിൽ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സംയുക്ത സൈനികാഭ്യാസം വളരെ വിജയകരമായിരുന്നു എന്നാണ് ഇരു രാഷ്ട്രങ്ങളുടെയും സൈനിക മേധാവിമാർ അഭിപ്രായപ്പെട്ടത്. സാങ്കേതിക വിദ്യയിലും അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനത്തിലും തീവ്രവാദത്തിനെതിരായ നടപടികളിലും പരിശീലനങ്ങൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. വിവിധ ആയുധങ്ങളുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ എല്ലാം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ സാങ്കേതിക വിദ്യകൾ കൈമാറിക്കൊണ്ടും അല്ലെങ്കിൽ അതേപ്പറ്റിയുള്ള കൂടുതൽ പരിശീലനം കൈമാറിക്കൊണ്ടും എല്ലാം തന്നെ നടത്തിയ പരിപാടിയായിരുന്നു ഈ ഗാർഡിയൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഈ തീവ്രവാദത്തിൻ്റെ വളർച്ച അതാണ് ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ലോകത്താകമാനം തീവ്രവാദ ശക്തികൾ ശക്തി പ്രാപിക്കുന്നു എന്ന ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇപ്പോൾ ഈ സൈനിക മേഖലയിൽ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.